തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വൃദ്ധ മരിച്ചതായി ആരോപണം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുളത്തൂർ സ്വദേശി ഗിരിജകുമാരിയാണ് മരിച്ചത്. നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് 12 മണിക്കൂറോളം വിദഗ്ധ ചികിത്സ നിഷേധിച്ചു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ചികിത്സാ പിഴവ് മൂലം വൃദ്ധ മരിച്ചു എന്നതാണ് പരാതി. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി ഗിരിജകുമാരിയാണ് മരിച്ചിരിക്കുന്നത്. ഗിരിജകുമാരിയുടെ ബന്ധു നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഉച്ചയ്ക്ക് ഒരു 1:30 മണിയായപ്പം വീട്ടിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് നെഞ്ചുവേദന എടുക്കണമെന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു. അപ്പം തന്നെ അങ്ങ് അൺകോൺഷ്യസ് ആയിപ്പോയി. ഓർമ്മയൊക്കെ ഉണ്ടെങ്കിലും നെഞ്ചുവേദനയെന്ന് പറഞ്ഞ് ഭയങ്കര വിടിയായിരുന്നു. അങ്ങനെ ആരും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വന്നപ്പം ഞാൻ ഇറങ്ങി ഓടി അങ്ങ് ചെന്നപ്പോൾ അവിടെ തറയിലാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ മരുമോനും എല്ലാം അപ്പുറത്ത് അവരൊക്കെ കൂടെ വന്ന് നമ്മളെല്ലാവരും കൂടെ കസേര കിടത്തിട്ട് തന്നെ കിടക്കില്ല, ഭയങ്കര ബഹളത്തിൽ കിടക്കുകയും. പിന്നെ പെട്ടെന്ന് ഇനി ആംബുലൻസൊക്കെ വന്നാൽ താമസിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കാറിൽ കയറ്റി മെഡിക്കളെ കൊണ്ടുപോയി. കാറിലൊന്നും കയറില്ല, കയറ്റാനൊന്നും പറ്റില്ല, അത്രയ്ക്കും കുഴഞ്ഞ ആള്. അവിടെ കൊണ്ടുവന്ന് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് സ്ട്രെച്ചർ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വന്ന് സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് സ്ട്രെച്ചറിലും കിടക്കില്ല, കിടന്നിങ്ങനെ കൊടുക്കാൻ അങ്ങ് അകത്തുണ്ട്. അവർ കൊണ്ടുപോയി ശാലം കഴിഞ്ഞപ്പോൾ അപ്പോഴും ഒരു ഇഞ്ചക്ഷൻ എന്തിനാ കൊടുത്തിട്ട് ECG എടുത്ത് ECG എടുത്തിട്ട് പറഞ്ഞ് വേരിയേഷൻ ഒന്നും കാണില്ല എന്ന്. അപ്പോൾ പിന്നെ വേരിയേഷൻ അല്ലെങ്കിൽ പിന്നെ ഹാർട്ട് വരണില്ലല്ലേ. ആശുപത്രിയിൽ എത്തിയത് എപ്പോഴാണ്? ആശുപത്രിയിൽ നമ്മളൊരു അരമണിക്കൂറിനകത്ത് എത്തി, 2 മണിക്ക് എത്തി, ആശുപത്രിയിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് അവർ അപ്പോഴും തന്നെ അവർ വേറെ ഒന്നും ചെയ്യണില്ല. അവർ നേരെ അങ്ങ് വാർഡിലൂടെയാണ് ചെയ്യണത്. ഇത്രയും ബഹളം കാണിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിനെ, അതും നെഞ്ചുവേദനയെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന പേഷ്യൻറ്റിനെ വേറെ ഒന്നും നോക്കാതെ അവർ 3ാമത്തെ നിലയിൽ 14ാമത്തെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തി അങ്ങ് തന്നു. പിന്നെ അത് നമ്മൾ കൊണ്ടുപോയി അവിടെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞില്ല. അങ്ങനെ അവിടെ കൊണ്ടുപോയി. ഈ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇതേ രീതിയിൽ സെക്ടറിൽ കിടന്ന് ബഹളം കാണിച്ചുകൊണ്ടിരിക്കുന്നു, വേദന. അത് കാഷ്വാലിറ്റിയിലും അത് തന്നെ ഭയങ്കര ബഹളത്തിൽ കിടക്കുകയാണ്. അവിടെ കൊണ്ടുപോയിട്ടും ഏകദേശം രാത്രി വരെയും അവിടെ കിടന്ന് ബഹളം ഇങ്ങനെ നെഞ്ചുവേദനയായിട്ട് വിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇവരാരും നോക്കണില്ല. അവിടെ വാർഡിൽ കൊണ്ടുപോയി നമ്മൾ തന്നെ ഉരുട്ടി കൊണ്ടുപോയി വാർഡിൽ കൊണ്ടുവന്ന് അവിടെ അഡ്മിറ്റ് ആക്കി. അവിടെ ബെഡ് ഉണ്ടാകുന്ന പോലും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ചെന്ന് ചോദിച്ചോ പറഞ്ഞ് ഒരു പേഷ്യൻ്റ് ഇപ്പം ഡിസ്ചാർജ് ആവണം ആ ബെഡ്. അങ്ങനെ പിന്നെ അതിൽ കിടത്തിയിട്ട് അവർ പിന്നെ ആരും വരണതൊന്നുമില്ല, ഒരു ട്രീറ്റ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഡോക്ടറൊന്നും പിന്നെ വന്ന് നോക്കിയില്ല. ഡോക്ടറൊക്കെ വന്ന് ഒരു പാതിരാത്രി കൊടുക്കും ഭയങ്കര പ്രശ്നമായപ്പം വന്ന് അവർ വന്നിട്ട് ബ്ലഡ് നോക്കാനും അതിനൊക്കെ എഴുതി തന്നു. ആ ബ്ലഡ് നോക്കാൻ നമ്മളെ കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുപോയിട്ട് ഒരിടത്ത് കൊണ്ടുചെല്ലുമ്പോൾ പറയും അത് ഇതിവിടെയല്ല നോക്കണത്, അപ്പുറത്ത് കൊണ്ടുപോകണമെന്ന് പറയും. അവിടെ കൊണ്ടുചെല്ലുമ്പോൾ അവർ പറയും ഇവിടെയല്ല കൊടുക്കുക. അങ്ങനെ 2-3 ഇങ്ങനെ മാറ്റി വിട്ടുണ്ട്. അത് 3-4 പ്രാവശ്യം കയറി ഇറങ്ങി അതിൻ്റെ 3ാമത്തെ നിലയിൽ കയറി ഇറങ്ങി വന്നു. അവസാനം പറഞ്ഞ് ഇത് അവിടുത്തെ സിസ്റ്റർമാരുടെ അടുത്ത് തരാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എടുത്തു തരില്ല, നമ്മളെടുക്കില്ല, ബ്ലഡ് അവരെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീണ്ടും വന്നിട്ട് താഴെ വന്നപ്പോൾ അവരെടുക്കില്ല. പിന്നെ ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സ്ട്രോങ് ആയിട്ട് എഴുതി ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുവന്ന് താഴെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇത് അങ്ങ് 3ാമത്തെ നിലയിലാണ്, നമുക്ക് ഇത്രയും കയറി ഇറങ്ങി വരാനൊന്നും പറ്റില്ല. ആര് പറഞ്ഞു? നേഴ്സ് പറഞ്ഞു? ഇല്ല, ഈ ബ്ലഡ് എടുക്കണത്തുനിന്ന് നമുക്ക് ഈ 3ാമത്തെ നിലയിൽ കയറി, അവിടെ ലിഫ്റ്റൊന്നും ഇല്ല, നമുക്ക് കയറി ഇറങ്ങാൻ പറ്റില്ല. അത് ബ്ലഡ് വന്ന് എടുക്കാനും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ അവരുടെ ഇപ്പോഴത്തെ ബ്ലഡ് എടുക്കാൻ പോകുന്ന ടൈമല്ല എന്തൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ അവസാനം പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഒരു പാർട്ടിയുടെ മെഡിക്കലിൽ പരിചയം നല്ല അടുപ്പമുള്ള ഒരു സ്കാനിങ് സെൻ്ററിൻ്റെ പാർട്ടിയാണ്. പുള്ളി ഡോക്ടേഴ്സൊക്കെ നല്ല അടുപ്പം. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഒത്തിരി സീരിയസ് ആയി വീണ്ടും. പുള്ളി അവിടെ വന്നിട്ട് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം ബ്ലഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഓവറായിപ്പോയി, ഇതിനേക്കാൾ ഒരുപാട് അങ്ങ് കൂടിയപ്പോൾ തന്നെ വീണ്ടും അറ്റാക്കായി, കുഴഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറെ വിളിച്ചവർ, കാർഡിയോളജിയിൽ നിന്ന് ഡോക്ടറെ വിളിച്ച്. പിന്നെ ഡോക്ടർ ഓടിപ്പെട്ട് വന്നു നോക്കിയപ്പോഴത്തേക്ക് ആള് അങ്ങ് ഇതായിപ്പോയി. ഡോക്ടർ പറഞ്ഞ് ICUയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ICUയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചിറങ്ങി തന്നു. ഏകദേശം അഡ്മിറ്റ് ആയതിനു ശേഷം പിന്നെ എത്ര മണിക്കൂർ കഴിഞ്ഞു? 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ICUയിലോട്ട് കൊണ്ടുപോകുന്നത്. അത് വാർഡിൽ നിന്ന് 2ാമത് അറ്റാക്ക് വന്നു. അത് അവർ ഡോക്ടർ തന്നെ പറഞ്ഞത് അറ്റാക്ക് ആയിപ്പോയി വീണ്ടും എന്ന് പറഞ്ഞ്. അവർ 2ാമത്തെ അറ്റാക്ക് വരെ വെക്കാൻ വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു, ഒരു മെഡിസിനും കൊടുക്കാതെ. വന്നപ്പോൾ അത് കുഴഞ്ഞു. അപ്പം 2ാമത്തെ വന്നപ്പോൾ ആൾ കുഴഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് ഈ അധികൃതരോടൊന്നും ചോദിച്ചില്ല എന്താ ഇങ്ങനെ താമസിക്കുന്നത്? അവര് വേറെ ഒന്നും പറഞ്ഞില്ല. അവരെന്തിനു പറയാൻ ഈ സമയത്ത്. പിന്നെ അവിടെ രാത്രി പകലത്ത് 3 മണി 4 മണിക്ക് എന്തിനാ ICUയിൽ പോയിട്ട് പറഞ്ഞ് ആൾ മരിച്ചു എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഇതിന്റെ 3 മണിക്കൊക്കെ എടുക്കും ബോഡി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് കൊടുത്താൽ പറയാം അവർ കൊണ്ടുചെല്ലാൻ പറയും, പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതും നമുക്ക് തലവേദന തന്നെ വരും. പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്ന് നമ്മളിന്ന് കൊണ്ടുപോകുന്നു.
ഇനിയിപ്പോൾ നമ്മളിത് ഇത് പറയണത് തന്നെ ഇത് വേറൊരാളിനെങ്കിലും ഉപയോഗപ്പെടട്ടെ. ഇപ്പം നമുക്കിതുകൊണ്ട് ചിലപ്പോൾ ഇനി നമ്മളാൾ പോയി കഴിഞ്ഞ് നമുക്ക് ഇതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. അപ്പം ഇത് പറഞ്ഞ് ഇനി അടുത്തൊരാളിനെ കൊണ്ടുവന്നാലെങ്കിൽ ഇവർ നേരെ നോക്കട്ടെ. കാരണം നമ്മൾ കയറ്റി വിടില്ല. ഞാൻ കൊണ്ടുവന്ന് കയറ്റിയിട്ട് വേറെ ഇതും അങ്ങ് അകത്തോട്ട് വിട്ടുകൊടുത്തിട്ട് വണ്ടി ഈ ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി ഇടാൻ പറ്റില്ല. ഞാനന്ന് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് എന്നെ കയറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനങ്ങ് അകത്ത് പോകണം, പോയാലേ അത് നോക്കുള്ളൂ, വേറെ അവരൊക്കെ അത്ര ഇതല്ല, അവരോടുമില്ല. പിന്നെ ഞാൻ വെളിയിൽ നിന്ന് ഇങ്ങനെ ടെലിഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു, ടെലിഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടേ നിന്നാണ്. 5 മണിയായപ്പോൾ ഒത്തിരി ഒരു ശാന്തത ആയതാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കാണിക്കുമായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞു ഈ ഇങ്ങനെ മൂളുന്നവർ വെയിനിങ്ങനെ വലിഞ്ഞു വന്ന് നെഞ്ചിൽ പിടിച്ചിട്ട് നെഞ്ച് ഭയങ്കരമായിട്ട് വേദന ഇതായിട്ട് വരണം എന്ന് പറഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളാണ് മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.